തുടർച്ചയായ 10 തെരഞ്ഞെടുപ്പുകളിൽ 10 മണ്ഡലങ്ങളിൽ മത്സരിച്ച് റെക്കോർഡിട്ട ഒരു നേതാവുണ്ട് കേരളത്തിൽ. 7 തവണ വിജയിച്ചപ്പോൾ 3 തവണ അദ്ദേഹം പരാജയം രുചിച്ചു. നിയമസഭയിൽ ഏറ്റവും കൂടുതൽ നിയോജക മണ്ഡലങ്ങളെ പ്രതിനിധീകരിച്ച ആ വ്യക്തി MV രാഘവനാണ്. CPIM-ൽ നിന്നും പുറത്താക്കിയ ശേഷം CMP എന്ന പാർട്ടിക്ക് രൂപം നൽകിയ MVR പിന്നീട് മന്ത്രിയുമായി. CPIM സ്ഥാനാർത്ഥിയായി കണ്ണൂർ ജില്ലയിലെ മാടായി, തളിപ്പറമ്പ്, കൂത്തുപറമ്പ്, പയ്യന്നൂർ മണ്ഡലങ്ങളിൽ വിജയിച്ചു. CMP രൂപീകരിച്ച് UDF-ൽ ചേർന്നപ്പോൾ അഴീക്കോട്, കഴക്കൂട്ടം, തിരുവനന്തപുരം വെസ്റ്റ് എന്നീ മണ്ഡലങ്ങളാണ് MV രാഘവനെ നിയമസഭയിലെത്തിച്ചത്. എന്നാൽ 1996 ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് CMP-യോട് അയിത്തം പ്രഖ്യാപിച്ചു. UDF-ന് വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളൊന്നും കോൺഗ്രസ് CMP-ക്ക് നൽകിയില്ല. ഇനി അഥവാ എന്തെങ്കിലും വിജയസാധ്യത ഉണ്ടെങ്കിൽ തന്നെ CMP സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് നിർത്തി തോൽപ്പിച്ചത് ചരിത്രം. 1996-ൽ ആറന്മുളയിൽ നിന്നും, 2006-ൽ പുനലൂരിൽ നിന്നും, 2011-ൽ നെന്മാറയിൽ നിന്നും MVR പരാജയപ്പെട്ടു. കോൺഗ്രസിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ച് 1996-ൽ CMP പിളർന്നു. KR അരവിന്ദാക്ഷന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം ഇടതുപക്ഷത്തിന്റെ ഭാഗമായി. MV രാഘവന് ശേഷം CMP-യെ മുന്നിൽ നിന്നും നയിച്ച് CP ജോണിന് അർഹമായ പരിഗണന നൽകുവാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല. നെന്മാറയിൽ നിന്നും 2 തവണ ജനവിധി തേടിയ CP ജോൺ പരാജയപ്പെട്ടു. തന്റെ പരാജയത്തിന് പിന്നിൽ കോൺഗ്രസ് നേതാക്കളുടെ ഇടപെടലാണെന്ന് CMP നേതാക്കൾക്ക് തന്നെ ആക്ഷേപമുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ UDF-ന് വിജയ സാധ്യതയുള്ള പല സീറ്റുകളും CP ജോൺ ചോദിച്ചുവെങ്കിലും കോൺഗ്രസ് നൽകിയില്ല. ഒടുവിൽ വിജയ സാധ്യത ഇല്ലാത്ത നെന്മാറ സീറ്റാണ് കോൺഗ്രസ് നൽകിയത്. ഇതിൽ പ്രതിഷേധിച്ച് ജോൺ മത്സര രംഗത്തു നിന്നും വിട്ടുനിന്നു. CMP പ്രതിനിധിയായി CN വിജയകൃഷ്ണനാണ് നെന്മാറയിൽ മത്സരിച്ച് പരാജയപ്പെട്ടത്. ഇത്തവണ തിരുവമ്പാടി മണ്ഡലമാണ് CP ജോൺ ആവശ്യപ്പെട്ടത്. കോൺഗ്രസും ലീഗും തമ്മിൽ തർക്കം തുടരുന്ന സാഹചര്യത്തിൽ അത് കിട്ടില്ലെന്ന് ഉറപ്പായി. ഇതോടെ CP ജോണിന്റെ കണ്ണ് തിരുവനന്തപുരം സെൻട്രൽ സീറ്റിലായി. മുൻപ് തിരുവനന്തപുരം വെസ്റ്റ് മണ്ഡലത്തിൽ MV രാഘവൻ വിജയിച്ച ചരിത്രമാണ് CP ജോൺ VD സതീശനെയും കൂട്ടരെയും ഓർമ്മിപ്പിക്കുന്നത്. ഇതോടെ പ്രതിഷേധവുമായി മണ്ഡലത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ പരസ്യമായി ഇറങ്ങുകയായിരുന്നു. ആളില്ലാത്ത CMP-ക്ക് സീറ്റില്ല എന്നായിരുന്നു കോൺഗ്രസ് പ്രവർത്തകരുടെ പരസ്യ പ്രചാരണം. കഴിഞ്ഞ തവണ മണ്ഡലത്തിൽ പരാജയപ്പെട്ട VS ശിവകുമാർ ഈ സീറ്റ് ലക്ഷ്യമാക്കി വർഷങ്ങളായി രംഗത്തുണ്ട്. ശിവകുമാറിനെ കൂടാതെ മറ്റു പല നേതാക്കളും തിരുവനന്തപുരം സെൻട്രൽ സീറ്റിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ കോൺഗ്രസ് ഗ്രൂപ്പ് പോര് അതിന്റെ പാരമ്യത്തിൽ നിൽക്കുമ്പോഴാണ് CP ജോണിന്റെ വരവ്. ഇതോടെ ഒരു കാര്യം ഉറപ്പായി, വീണ്ടും CMP നേതാക്കൾ ആരും ഇത്തവണയും നിയമസഭ കാണില്ല. ഇനി CP ജോൺ നേതൃത്വം നൽകുന്ന CMP UDF തുടരുമോ എന്ന ചർച്ച കേരള രാഷ്ട്രീയത്തിൽ സജീവമാണ്.